ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രിൽഡ് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 10 വയസ്സായ കുട്ടിക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രിൽഡ് ഫ്രോക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യോക്ക് പോർഷൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എംബ്രോയ്ഡറി നെറ്റ് ഫാബ്രിക്കാണ് ഫസ്റ്റ് നമുക്ക് യോക്ക് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് സാറ്റിൻ ലൈനിങ് ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടിയുടെ മെഷർമെൻറ്റ് അത് അത്ര അനുസരിച്ച് എടുത്താൽ മതി. ഞാനിതൊരു കസ്റ്റമറിന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവും നമുക്ക് ഇതേപോലെ തന്നെ ഈ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സാറ്റിൻ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചസും നെക്ക് ലെങ്ത് 3 ഇഞ്ചസും ആണ് കേട്ടോ മാർക്ക് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഈ ഒരു മെയിൻ ഫാബ്രിക്കും കൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ മെഷർമെൻറ്റ് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ എത്രയാണോ മെഷർമെൻറ്റ് അത് നോക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിന് ഞാനിവിടെ ബെൽ സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് ബോട്ടം റൗണ്ടിലെ വിഡ്ത്ത് 12 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്ലീവിൻ്റെ നോർമൽ വിഡ്ത്ത് 10 ഇഞ്ചസ് ആണല്ലേ. അപ്പോൾ ബോട്ടം പോർഷനിൽ 12 ഇഞ്ചസാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ ഫ്രിൽസ് ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്കേർട്ടിൽ യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയലാണ് സ്ലീവിൻ്റെ ഫ്രിൽസിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചസാണ് എടുക്കുന്നത്. വിഡ്ത്ത് നമ്മുടെ 12 ഇഞ്ചസിൻ്റെ ഡബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് സ്കർട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. സ്കർട്ട് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള സ്കർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിൽസ് ഇട്ട് എടുക്കാം. ഒരു 4 മീറ്ററൊക്കെ ഫാബ്രിക്സ് വാങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് ഫ്രിൽസ് ഇട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെയ്സ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കാം. വെയ്സ്റ്റ് റൗണ്ട് ഇപ്പോൾ 10 ആണെങ്കിൽ +10. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ 4ആയിട്ട് മടക്കിയതിന് തുണി 4ആയിട്ട് മടക്കിയതിന് ശേഷം 10 + 10 20 ഇഞ്ചസാണ് ഫസ്റ്റ് ലെയറിന് ഫ്രിൽസ് കൊടുക്കാനുള്ളത്. അതുപോലെ 10 ഇഞ്ചസും നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് ഓരോ ലെയറിലും കൂട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിന് ഞാനിവിടെ സാറ്റിൻ മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നെറ്റ് ഫാബ്രിക്കാണ് എടുക്കുന്നത്. അതിന് നല്ല വശത്ത് നമുക്ക് ഈ ഒരു സാറ്റിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശമാണ് വയ്ക്കാനുള്ളത്. നമ്മൾ ഇത് മറിച്ചിടുമ്പോഴത്തേക്കും സാറ്റിൻ പോർഷൻ്റെ നല്ല വശമാണ് നമുക്ക് മുന്നിൽ വരാനുള്ളത്. ഓക്കെ, എങ്കിലേ ആ ഒരു ഗ്ലേസിങ് കിട്ടുള്ളൂ. അപ്പം അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ലൈനിങ് പീസ് നമുക്ക് മറിച്ചിട്ടിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പം ഫ്രണ്ടും ബാക്കും 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്ക് പോർഷനും കൂടി ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ലെയറായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ലെയറും നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്യാദേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി 2 സൈഡിലും സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് മുതൽ വേസ്റ്റിൻ്റെ പോർഷൻ വരെ നമുക്കിതുപോലെ ഒന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ചാണ് കേട്ടോ നമ്മൾ അവിടെ അലവൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി സ്കേർട്ടിൻ്റെ പോർഷനിൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങും കൂടി
ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ പോർഷൻ ഇതുപോലെ നമുക്ക് ലൈനിങ് ഇട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം വേസ്റ്റിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കിഡിലൊരു ഫ്രിൽഡ് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.